അങ്ങനെ ഇന്നത്തെ ഡേറ്റ് ആണ് എൻ്റെ 24 ആഗസ്റ്റ് 2026. ഓണത്തിന് എനിക്ക് കുറേ പടങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഖലീഫ കണ്ടു വന്നതാണ് ഞാൻ ഇപ്പോൾ സിനിമ. അതേപോലെ പൃഥ്വിരാജിൻ്റെ സിനിമ. നെഗറ്റീവ് റിവ്യൂ മാത്രം കേട്ടിട്ട് കാണാൻ പോകണ്ടെന്ന് വിചാരിച്ച സിനിമയാണ്. പക്ഷേ നമ്മളൊക്കെ സിനിമ എങ്ങനെ പോകണമെന്ന് എൻ്റെ കമ്പനിക്കാരനാരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഏതോ പടത്തിന് പോയാലോ, വെറുതെ കാണാൻ പോവാം, എന്നാൽ ഒരു പടം ഉണ്ട് അതിന് പോവാം, അങ്ങനെ പടത്തിന് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നെഗറ്റീവ് കേട്ടാൽ നമ്മൾ അങ്ങനെ പോവുകയില്ല. പക്ഷേ നെഗറ്റീവ് ചിലതിനൊക്കെ കേട്ടാൽ നമ്മളെ കമ്പനിക്കാരെങ്കിലും പറയുക, ഓരോ പറയുന്നത് നോക്കണ്ട, പടം നൈസ് പടം പോയി കണ്ടു, അങ്ങനെ പറയുന്നൊരു ആളുണ്ടാവില്ലേ? അങ്ങനെ കേട്ടോ ഞാൻ പറയുന്നത്. ഈ റിവ്യൂ പറയുന്നവന്മാർ ആദ്യം പിടിച്ച് പെരട്ടിക്ക് ഒന്ന് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഞാൻ പറയുന്നത് ക്രിസ്റ്റഫർ നോളന്മാരെ അതിരി സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോടല്ല കേട്ടോ. അല്ലാണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാർ അല്ലാത്ത ആൾക്കാരെന്നല്ല, ഒരു സിനിമ ജസ്റ്റ് സിനിമ ആയിട്ട് കണ്ടിട്ട് നമുക്ക് ആ സിനിമ രംഗങ്ങളൊക്കെ കാണുമ്പോൾ പണ്ട് മറ്റേ MGRനെ കുത്താൻ വേണ്ടിയിട്ട് കത്തി എടുത്ത് കൊടുത്ത് പുറകിൽ നിന്ന് കത്തി എറിഞ്ഞ് സ്ക്രീനിലേക്ക് എറിഞ്ഞു കൊടുത്ത് എന്ന് പറയുന്ന രീതിയിൽ സിനിമ ജസ്റ്റ് സിനിമ ആയിട്ട് കണ്ട് ഒരു ആവേശം കൊള്ളുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനത്തെ ആൾക്കാരോടാണ്. അല്ലാണ്ട് ആ സിനിമ പോയി കണ്ടിട്ട് ക്യാമറ പോരാ, അവിടെ ലൈറ്റ് വെച്ച് ശരിയല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല കേട്ടോ പറയുന്നത്. സാധാരണ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, സിനിമ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് ദഹിക്കാത്ത പടങ്ങളുണ്ട്. പക്ഷെ അങ്ങനല്ല, ഈ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ പടം നെഗറ്റീവ് കേട്ടിട്ടല്ലേ കാണാൻ പോകണ്ട. പക്ഷെ തിയേറ്ററിൽ എത്തി കണ്ട് ഒരു പകുതി മനസ്സോട് കൂടി ഇങ്ങനെ കണ്ട സിനിമ. പക്ഷെ സിനിമ അങ്ങനെ കണ്ടുകൊണ്ടാണോ അറിയില്ല, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കമ്പനിക്കാരനോട് ഞാൻ ചോദിച്ചു, അപ്പം പറഞ്ഞ് ഏത് അമുക്കാണ് ഇതിന് വന്നു കഴിഞ്ഞിട്ട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞത്, എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് എന്നുള്ളത്. ഞങ്ങൾ രണ്ടാളും പടം മുക്കത്തുനിന്ന് കണ്ട് ആടെ തൊട്ട് ഞങ്ങളെ പോരെ വരെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അറിയണമെങ്കിൽ ഡയറക്ഷൻ പോരാ, ഇത് അങ്ങനെ പോരാ അങ്ങനെ പോരാ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇന്നും 150 സിനിമ എടുത്തിട്ടുമില്ല. നമ്മൾ കുറേ സിനിമകൾ സിനിമ ആയിട്ട് മാത്രം കണ്ട് എണീച്ച് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ചില സിനിമകൾ സിനിമേൻ്റെ വീണ് പോണ സിനിമകളുണ്ട്. ഉദാഹരണത്തിന് തന്മാത്രയൊക്കെ ഞാൻ ഫുള്ള് കാണാത്ത സിനിമയാണ്, കുറച്ച് കണ്ട് നിർത്തിക്കാനാണ്. കാരണം ആ സിനിമ മുഴുവനായിട്ട് കാണാനാവില്ല, നമ്മളതിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ DC കണ്ടിരിക്കുന്ന സിനിമ, DC ബ്രാൻഡ് ന്യൂ ഡേ സ്പൈഡർമാനും കണ്ട്. മൂന്നാമത്തെ പടമാണ് ഖലീഫ. പക്ഷേ ഈ 3 പടങ്ങളും ഇഷ്ടപ്പെട്ടു. DC എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ DC ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് നിങ്ങൾക്ക് പറ്റാത്തറയാണ് ലോക്കൽ പടമാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുമ്പോൾ ഞാൻ ഇത് റിവ്യൂവറൊക്കെ കണ്ട് അലമ്പിക്കാൻ പടം ഇനി ഒരു തരത്തിൽ മുന്നോട്ട് പോകില്ല, കാണാൻ പറ്റൂല, ക്ഷീണം പടാന്ന് പറയുന്ന രീതിയിൽ നശിപ്പിച്ച വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ കേട്ടിട്ട് നിങ്ങൾ ഈ സിനിമ കാണാണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ OTT വരുമ്പോൾ മിക്കവാറും നല്ലതായിരിക്കും പറയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നൊരു കാര്യം മാത്രമാണ്. പക്ഷേ ഈ ഒരു സിനിമ നല്ല സിനിമയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയണമെന്നുള്ളത് ഒരു പിടുത്തമില്ല. വെച്ചാൽ ഞങ്ങൾ ഈ സിനിമ പോയി കണ്ടു. എനിക്കൊരു പുതിയ മുഖത്തിൻ്റെ ആ ഒരു ചില സ്ഥലത്തൊക്കെ എനിക്ക് ഫീൽ കിട്ടിയിരിക്കുന്നു. എനിക്ക് അങ്ങനെ ഫീൽ കിട്ടിയ കുറേ സ്ഥലങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ തീരുന്നത് നമ്മൾ അറിയുന്നില്ല, ലാഗോ കാര്യങ്ങളും ഇല്ല, അടിപൊളിയായിട്ട് ഫസ്റ്റ് ഹാഫ് തീരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് തീരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്ന കഥകൾ തന്നെയാണ് ഇതിൻ്റെ അത് മൊത്തം ഉള്ളതും. ഇങ്ങനെ ഈ സ്വർണ്ണത്തിൻ്റെ പല പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ് ഈ സെയിം കഥ. പിന്നെ ആടെ ഇങ്ങനെ ഒരു ക്യാമിയോ വരുന്നുണ്ട്, ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ക്യാമിയോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയെ പറ്റി പറയുന്നില്ല. കാരണം അത് കാണാൻ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു സ്പോയിലറാണ്. സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സിനിമ കാണാനും പോകണ്ട, ആരെങ്കിലും പറഞ്ഞിട്ട് സിനിമ കാണാണ്ട് നിൽക്കുകയും ചെയ്യരുത്. അങ്ങനെ കാണാണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സിനിമ നഷ്ടപ്പെടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മോശം സിനിമ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ മുടക്കുന്ന ഒരു 150 ഞങ്ങൾ 150 ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് 1300 റുപ്യ ഞങ്ങൾ അതിന് ടിക്കറ്റിന് ചിലവായിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് സിനിമ ഉണ്ട്, ഞങ്ങൾക്കത് വർത്തായിരുന്നു. നല്ലൊരു പടമാണ് സംഭവം. ഞാൻ ഈ സിനിമയെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം നിങ്ങൾക്ക് നല്ലൊരു സിനിമ കാണാൻ പറ്റും തന്നെയാണ് ഞാൻ പറയുന്നത്. പറ്റുവെച്ചാൽ പോയി കണ്ടോലും ചങ്ങായിമാരോ, കാര്യം പറയാം, നല്ല പടമാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് പറയാൻ മാത്രം എന്താണ് അതിലുള്ളത്? ഒരു പിടിയില്ല. വേണമെങ്കിൽ പോയി കണ്ടോളി, നല്ല പടമാണ്, അത്രേ ഉള്ളൂ. എന്താ വെച്ചിടത്തോളം പടം നൈസാണ്. ഇത്രയും ത്രില്ലിങ്ങും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് ആ നടനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഈ പടത്തിന് വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പെട്ട് നല്ല അദ്ദേഹത്തിന് ബോഡി കണ്ടാൽ തന്നെ അറിയാം. ആ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കാര്യം നല്ലൊരു ഫിറ്റ്നസ് നിലനിർത്തിയായിട്ടുള്ള
കുറേ കാലത്തിന് ശേഷം എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയത് അങ്ങനെ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു നടനും കൂടിയാണ്. ഞാൻ കാണാൻ പോരുതെന്ന് വിചാരിച്ചൊരു സിനിമയാണ് ആട്. അതായത് ആടല്ല, ആടുജീവിതം. ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു സങ്കടപ്പെടുന്ന സിനിമകളൊന്നും കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ കിടക്കും. പക്ഷെ ആ സിനിമ ഞാൻ കാണാത്ത ഒരാളാണ്. നല്ല എഫേർട്ട് ഇട്ട് നല്ലൊരു സിനിമയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സിനിമ നിങ്ങൾ എല്ലാവരും നല്ലോണം വിജയിപ്പിക്കണം. ഈ പറയുന്ന ആൾക്കാർ നല്ലോണം അടിപൊളിയായിട്ട് കണ്ട് സെറ്റപ്പാക്കി വിജയിപ്പിച്ച് വെക്കണം. കാരണം നല്ല പടമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ട്. പക്ഷെ അതും അധികാരം കണ്ടതൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല പടങ്ങളും വിജയിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ പടത്തിനെയും വിജയിപ്പിക്കണം. പക്ഷേ ഈ ഒരു സിനിമ ജസ്റ്റ് ഒരു എൻ്റർടൈനറാണ്. വേണമെങ്കിൽ പോയി കണ്ടോളി. തരമാനം നല്ലൊരു പടം തന്നെയാണ്. അപ്പം അത്രയേ ഉള്ളൂ, പറയണം തോന്നി. കാരണം ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്ന ഇത്രയും പറയാൻ മാത്രമൊന്നും അതിൽ ഞാനൊന്നും കണ്ടില്ല. ചിലപ്പോൾ ഞാനൊരു സാധാരണ പ്രേക്ഷകനായതുകൊണ്ടായിരിക്കും, സിനിമനെ പറ്റി വലിയൊരു പിടുത്തമില്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കും എനിക്കിഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളി. നിങ്ങളുടെ ഫാമിലിനെയും കൂട്ടിക്കോളി. തീർച്ചയായിട്ടും നല്ലൊരു പടം തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.